നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ജൂലൈ 17. നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 39ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. ട്രേഡ് ചെയ്ത ദിവസങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ 39th ഡേ ആണ്. ഇന്ന് നമുക്ക് ഓൾറെഡി ചെറിയ ലോസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫൈനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത് 20,000 ഉപയോഗിച്ചിട്ട് ഒരു കോടി എത്തിക്കുന്ന ചലഞ്ചിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 1,36,000 എന്നുള്ള ക്യാപിറ്റലിലാണ് ഉള്ളത്. ഒരു മിനിറ്റ്. 1,36,000 എന്നുള്ള ക്യാപിറ്റലാണ് നമ്മൾ ഫൈനലി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ ജസ്റ്റ് 39 ദിവസത്തിലാണ് നമ്മൾ ഈ ഒരു ഫിഗർ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നന്നായി ചില ദിവസം നമുക്ക് നന്നായി ഡ്രോവും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് തിരിച്ച് ഇന്നലെ ഈ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്നലെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയും അതേപോലെ തന്നെ രണ്ട് ദിവസം മുന്നേ ഒരു ദിവസം നമ്മൾ ട്രേഡ് എടുക്കാതെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പ്യൂർ ആയിട്ടൊരു വ്യൂ ഇല്ലാത്ത കാരണമായിരുന്നു 2 ദിവസം അവോയ്ഡ് ചെയ്തത്. ഇന്ന് കറക്റ്റ്ലി ഒരു ബുള്ളിഷ് വ്യൂ ആയിരുന്നു രാവിലെ മുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി സി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 24,200 സി ആയിരുന്നു 3 ട്രേഡിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, എന്തായിരുന്നു ബുള്ളിഷ് വ്യൂ എന്നുള്ള കാരണം അതുകൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം മാർക്കറ്റ് ഓൾറെഡി കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്ലോബൽ ക്യൂസ് വളരെ നമുക്ക് എഗൻസ്റ്റ് ആണെങ്കിൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് 24,000 എന്നുള്ള ലെവലിൽ അവിടെ ഹോൾഡ് ചെയ്തിട്ട് ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഇവിടെ 24,215 എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ട് ആണ് ഈ ഒരു റേഞ്ചിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓൾറെഡി ഒരു താഴോട്ട് വന്നത്. 24,215 സോറി ഓക്കെ 24,215 എന്നുള്ള റേഞ്ചിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴാണ് ഞാനൊരു ട്രേഡ് എടുത്തത്. പക്ഷേ ഇനീഷ്യലി നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുത്താൽ മതിയായിരുന്നു. നമ്മൾ റീടെസ്റ്റ് വരുന്ന സമയത്ത് നോർമലി റീടെസ്റ്റ് വരുന്ന സമയത്തായിരുന്നു ട്രേഡ് എടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇനീഷ്യൽ ബുള്ളിഷ്നെസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ചിലപ്പോൾ ചെറിയൊരു പുൾ ബാക്ക് തന്നാലും ഒരു ഈ ഒരു റേഞ്ച് വരെ 300 ആ റേഞ്ച് വരെയൊക്കെ നമുക്കൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്ത് ചെറിയൊരു ലോസ് കാണിക്കുമ്പോൾ തന്നെ ഞാനത് എക്സിറ്റ് ചെയ്യാൻ കാരണം ഈ ഒരു നോർമലി ഞാനത് എക്സിറ്റ് ചെയ്യാറ് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഈ സപ്പോർട്ടിൽ എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എക്സിറ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിന് മുന്നേ എക്സിറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡൗൺ മൂവ് കിട്ടുമ്പോൾ തന്നെ ഇവിടുന്ന് എൻ്റർ ചെയ്ത ഒരുപാട് ആളുകളുണ്ടാകും. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴും ഒക്കെ എൻ്റർ ചെയ്ത ആൾക്കാരുണ്ടാകും. അവരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡൗൺ മൂവ് വീണ്ടും കുറച്ചും കൂടി താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി താഴോട്ട് വന്നിട്ട് റീ എൻട്രി എടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ എക്സിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അവിടെ എക്സിറ്റ് 2,000 ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ലോസ് 2,000 എന്നുള്ള ഒരു ലോസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ട്രേഡ് കാണിച്ചു തരാം. ജേണൽ എടുത്തിട്ട് കാണിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് വന്ന ലോസ് 2,193 വിത്ത് ചാർജ് 2,000 സംതിങ് ആയിരുന്നു നമുക്ക് ലോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചെറിയ ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒന്നും കൂടി ഡൗണിലോട്ട് വന്നിട്ടൊരു റീ എൻട്രി എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലെ ഈ ഒരു സപ്പോർട്ടിലൊക്കെ വീണ്ടും ഒരു എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇവിടുന്ന് തന്നെ മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ചെയ്ത് വീണ്ടും അതിൻ്റെ മുകളിലോട്ടുള്ള ഒരിത് കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഇവിടുന്ന് ഇടയിൽ നിന്ന് കയറുന്നത് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്നു. ഇതുവരെ വെയിറ്റ് ചെയ്തു. ഈ ഒരു റെസിസ്റ്റൻസും കൂടി ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസിങ് കിട്ടിയപ്പോൾ വീണ്ടും എൻട്രി എടുത്ത് ആ എൻട്രി കറക്റ്റ് സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമുക്കത് റോങ് എൻട്രി ആണെന്ന് മനസ്സിലായി. കാരണം അവിടുന്ന് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാതെ വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോവർ ലോ ലോവർ ലോ അല്ല ആ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ലോനെക്കാട്ടിലും മുകളിലാണ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി താഴോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് തിരിച്ച് കയറാനുള്ളതാണോ എന്നുള്ളതൊരു ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റേഞ്ചിൽ വന്നിട്ട് ഇത് തിരിച്ച് കയറാനുള്ള ട്രൈ എടുത്തു. അപ്പോൾ ഞാനൊരു 3 ലോട്ട് കൂടി അവിടെ ആഡ് ചെയ്ത് ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ 3 ലോട്ട് കൂടി 143 168 ഞാൻ ആദ്യം എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ലോട്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് 520 ക്വാണ്ടിറ്റി ആയിട്ട് 143 ഉണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ താഴോട്ട് വന്നപ്പോൾ ഞാൻ അതുകൂടി എക്സിറ്റ് ചെയ്ത്. എനിക്ക് മനസ്സിലായി ഒരു റാപ്പിംഗ് മാർക്കറ്റ് ആണെന്നുള്ളത് മനസ്സിലായി. പിന്നീട് ഞാൻ എൻട്രി എടുക്കാതെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നീട് പെട്ടെന്ന് എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ ലോസിലോട്ട് പോകും എന്നുള്ളത് 100% ഷുവറായിരുന്നു. അപ്പോൾ ഇനിയൊരു ബിയറിഷ് വ്യൂ എന്തായാലും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു ബുള്ളിഷ് വ്യൂ തന്നെയായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു താഴോട്ടുള്ള ഒരു വ്യൂ ഇത് വന്നപ്പോൾ തന്നെ ഏകദേശം ഇവിടെ ഒരിക്കലും ഒരു ബിയറിഷ് എൻട്രി എടുക്കാനുള്ള ഒരു പ്ലാനിലല്ലാത്തതുകൊണ്ട് എൻട്രി എടുത്തില്ല. കാരണം ഇത് ഇനി വരുന്നത് കുറച്ച് കോർപ്പറേറ്റ് റിസൾട്ടുകൾ വരാനുണ്ട്, ബാക്കിയുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കമ്പനികളുടെ റിസൾട്ട് വരാൻ ബാക്കിയുണ്ട്. റിലയൻസ് പോലൊക്കെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് താഴത്തെ ലെവലിലാണ്. അപ്പോൾ അതിലെല്ലാം ഒരു ഷോർട്ട് കവറിങ് റിസൾട്ട് വരുന്നതിന് മുന്നേ ചെറിയ ഷോർട്ട് കവറിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ഇനി ഒരു സഡൻ മൂവ്മെന്റ് ഡിപ്പ് താഴോട്ട് വന്നാൽ തന്നെ അവർ ഷോർട്ട് ചെയ്തവർ കവർ ചെയ്തവരൊക്കെ അവർ എക്സിറ്റ് ചെയ്തിട്ട് സേഫ് ആയിട്ടിരിക്കാനേ. കാരണം നമ്മൾ നല്ലൊരു ഷോർട്ട് ചെയ്തിട്ട് നല്ലൊരു പ്രോഫിറ്റിലാണ് ഇരിക്കണമെങ്കിൽ ഒരു ഇവന്റ് വരുന്നതിന് മുന്നേ നമ്മൾ അത് ആ പ്രോഫിറ്റ് സേഫ് ആക്കി വെച്ചിട്ട് എക്സിറ്റ് ചെയ്യല്ലേ നമ്മൾ ചെയ്യാം. കാരണം നമ്മളുടെ പ്രോഫിറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഷോർട്ട് കവറിങ് വരും എന്നുള്ളത് ഷുവറായിരുന്നു. അപ്പോൾ താഴോട്ട് വന്നപ്പോൾ എൻട്രി എടുക്കാതെ പിന്നീട് ഞാൻ ഈ ഒരു ഹൈ വീണ്ടും ട്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ക്ലോസിങ്, ഒരു ഹെൽത്തി ആയിട്ടൊരു ക്ലോസിങ് കിട്ടിയപ്പോൾ ഒരു എൻട്രി എടുക്കുക എന്നുള്ളത് ഷുവറായിരുന്നു. പക്ഷെ ഞാൻ ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓപ്ഷൻ പ്രൈസിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ പ്രൈസ് കൂടി അവിടെ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു മൂവ്മെൻറ്റ് മേലോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് 1 മിനിറ്റ് ചാർട്ട് എടുക്കാം. ഇതാ ഒരു 170 172 എന്നുള്ള രീതിയിലാണ് രാവിലെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ ഇതായിരുന്നു ഹൈ 174 എന്നുള്ള ഹൈ. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ എന്നുള്ളൊരു ലെവലിൽ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നു. നല്ലൊരു ഹെവി ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഞാനത് വീണ്ടും എൻട്രി എടുത്ത്. എനിക്ക് എൻട്രി കിട്ടിയത് 180 180 520 ക്വാണ്ടിറ്റി ഒരു ക്വിക്ക് സ്കാൽപ്പിംഗ് ആയിരുന്നു. 180 എൻട്രി എടുത്ത് ഒരു ഇവിടെയുള്ള എല്ലാവരും സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതും. രാവിലെ പൊസിഷൻ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് കോൾസെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അതായത് ഈ ഒരു മൂവ് 210 ഞാൻ എക്സിറ്റ് ചെയ്ത് 225 വരെ 230 അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. 225 തോന്നുന്നത് ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഒരു മിനിറ്റ്, 3 മിനിറ്റ്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതാ 230 ഹൈ ക്രിയേറ്റ് ചെയ്തത്. ഞാൻ 210 എക്സിറ്റ് ചെയ്ത്. അപ്പോൾ അത്രയും ആൾക്കാർ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ടൊരു മൂവ്മെന്റ് തന്നത്. വീണ്ടും ഇവിടെയുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിന്റെ ഓവറോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് മോഡിലോട്ട് മാർക്കറ്റും മാറുന്നുണ്ട്. പക്ഷെ ഗ്ലോബൽ ക്യൂസ് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ലെവലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. 24,674 എന്നുള്ളത് ഒരു 2-3-4 ദിവസങ്ങളിൽ ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഈ ഒരു ലെവലോട്ട് എത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ യുദ്ധത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ട്രേഡ് എടുക്കാൻ, കണ്ണും പോട്ടി ഇവിടേക്ക് എത്തുന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കോൾ ഓപ്ഷൻ ഇവിടെ നിന്ന് വാങ്ങിച്ചു വെക്കുകയും ചെയ്യരുത്. കഴിയുന്നതും പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതെ ഇൻട്രാഡേയിൽ ഇതെടുത്തിട്ട് അത് തന്നെ എക്സിറ്റ് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിലെ മാർക്കറ്റിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും മാത്രം നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ട്രേഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമ്മുടെ
ഇക്വിറ്റി ചാർട്ട് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 20,000 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 53,000 വീണ്ടും താഴോട്ട് 7,000 വന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ 1,38,000 അല്ല 1,36,000 എന്നുള്ള ലെവലുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ നല്ല മൂവ്മെന്റ് കിട്ടുന്ന ദിവസങ്ങളുണ്ടാവും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.